ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന് എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ എന്ന് സാമാന്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ പരീക്ഷയുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മുടെ പാഠ്യപദ്ധതി അഥവാ സിലബസ് എങ്ങനെയാണ്, എന്തിനൊക്കെയാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് സാമാന്യമായിട്ട് പരിചയപ്പെടാം. ഇതായിരുന്നു വന്നിട്ടുള്ള വിജ്ഞാപനം. മാർച്ച് 29-നാണ് വന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള 36 ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എന്നാണ് നമ്മുടെ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഏതിൽ നടത്തണം? നമുക്കറിയാം KDRB.Kerala.Government.in നടത്തിയ ശേഷം, ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമാണ് നമ്മുടെ പരീക്ഷയ്ക്കായിട്ട് സ്വീകരിക്കുന്നത്. അവരുടെ പ്രൊഫൈൽ വഴി, അല്ലെ, ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി നമുക്കറിയാം, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഏപ്രിൽ 28 അപ്പൊ ഏപ്രിൽ 28 വരെയൊന്നും നിങ്ങൾ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക. നാളെയാണ് പരീക്ഷ എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതാണ് വേണ്ടത്. പിന്നെ കാറ്റഗറി നമ്പർ നമുക്കറിയാം 001/2025 ലോവർ ഡിവിഷൻ ക്ലർക്കാണ് തസ്തികയുടെ പേര്. ഗുരുവായൂർ ദേവസ്വത്തിന്റെയാണ്. ശമ്പള സ്കെയിലാണ് ഏറ്റവും വലിയ ആകർഷണം. 26,000-നും 61,000-നും മധ്യേയാണ് ശമ്പള സ്കെയില് പറഞ്ഞിട്ടുള്ളത്. +2 യോഗ്യത അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ യോഗ്യതയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒഴിവുകളുടെ എണ്ണം 36 ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിയമന രീതി നേരിട്ടുള്ള നിയമന രീതിയാണ്. 18 മുതൽ 36 വരെ വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നത്. അതുമായി സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയസ്സിളവിനെ സംബന്ധിച്ച്, അല്ലെ, പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. പൊതുവ്യവസ്ഥകളിലെ 2ാമത്തെ ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? പരീക്ഷാ ഫീസ് 500 രൂപയാണ്. ST കാർക്ക് 250, SC കാർക്കും 250 OBCക്ക് മുഴുവൻ തുക, അതായത് 500 രൂപ തന്നെ അടയ്ക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറിക്കാണ് 500 രൂപ. പിന്നെ മറ്റ് വിവരങ്ങൾ, യാതൊരു കാരണവശാലും 55 വയസ്സിൽ കവിയാൻ പാടില്ല എന്ന നിയമത്തിന് വിധേയമായിക്കൊണ്ടാണ് നമ്മുടെ പരീക്ഷ നടത്തുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ യോഗ്യത നേടുന്ന കട്ട് ഓഫ് മാർക്കും അതിന് മുകളിൽ ലഭിച്ചിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായി അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഇതേ തസ്തികയിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിനും 1 മാർക്ക് എന്ന കണക്കിൽ പരമാവധി 10 മാർക്ക് വരെ ഇവർക്ക് നേടാവുന്നതാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദു മതസ്ഥിലെ സമുദായത്തിൽപ്പെട്ട സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് ഹിന്ദു അൺറിസർവ്ഡ് കമ്മിറ്റീസ് 10% സംവരണം നൽകുന്നതാണ്. അത് ശ്രദ്ധിക്കുക. ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അവരെ കണക്കാക്കുന്നതിന്റെ മാനദണ്ഡം ഇതാണ്. ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സഹകരണ മേഖലകളിലെയോ സംസ്ഥാന സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലെയോ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ ഗ്രാന്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയോ റെഗുലർ ജീവനക്കാരനുണ്ടായിരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർക്കോ താൽക്കാലിക ജീവനക്കാർക്കോ ബാധകമല്ല. ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന, അല്ലെ, ടാക്സ് അടയ്ക്കുന്ന ഒരംഗവും ഉണ്ടായിരിക്കരുത്.
കുടുംബത്തിന് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത്, കുടുംബത്തിന്റെ മാസ വരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായി 25,000 രൂപയിൽ കവിയരുത്, ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നാൽ സംവരണം ആവശ്യപ്പെടുന്ന ആൾ, അയാളുടെ മാതാപിതാക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, 18 വയസ്സ് പൂർത്തിയാകാത്ത മക്കൾ എന്നിവർ ഉൾപ്പെട്ടതാണ്. വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ വില്ലേജ് ഓഫീസറുടെ പേരും ഒപ്പും തീയതിയും ഓഫീസ് സീലും ഉണ്ടായിരിക്കണം. ജൂൺ 22, 2024 തീയതിയിലെ കേരള സർക്കാർ ദേവസ്വം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 3/177/2022 കത്തുപ്രകാരം PSC നിയമന പ്രക്രിയയിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഹിന്ദു സംവരണ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമന പ്രക്രിയയ്ക്കായി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിലവിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കരട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് സർക്കാർ ഉത്തരവാകുന്ന മുറയ്ക്ക് മേൽപ്പടി ഭേദഗതികൾ ഈ സെലക്ഷനും ബാധകമായിരിക്കും. പിന്നെ അപേക്ഷിക്കേണ്ട വിധം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. www.kdrb.kerala.government.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. മുമ്പ് പല പരീക്ഷകൾക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളവരാണ്, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെയോ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണ് എന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. റിക്രൂട്ട്മെന്റ് ബോർഡുമായുള്ള കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. ഈ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിന് മുമ്പാകെ വിജയകരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. ആയതിനു ശേഷം അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുന്നതിനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾക്ക് വിപരീതമായി കാണുന്ന പക്ഷം നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. യാതൊരു വിധത്തിലുള്ള ഇത്തരത്തിലുള്ള പറഞ്ഞിട്ടുള്ളതിന് വിപരീതമായിട്ടുള്ള യാതൊരു നടപടികളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. വിദ്യാഭ്യാസ യോഗ്യത, ജാതി പരിചയം, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരാക്കിയാൽ മതിയാകും. പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. DD ആയോ മണി ഓർഡറായോ ചലാൻ മുഖാന്തിരമോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കാൻ പാടുള്ളതല്ല. ഒരിക്കൽ അടച്ച ഫീസ് തിരികെ തരുന്നതുമല്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഏപ്രിൽ 28 അവസാന തീയതി. അർദ്ധരാത്രി 12 മണി വരെ ഉണ്ട്. അത്രയും വരെയൊന്നും നിങ്ങൾ നീട്ടിക്കൊണ്ടു പോകരുത്. ഇന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. മേൽവിലാസം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. www.kdrb.kerala.gov.in എന്ന ഐഡിയിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾക്ക് വിജ്ഞാപനത്തിന്റെ പാർട്ട് 2 കൊടുത്തിരിക്കുന്ന പൊതുവ്യവസ്ഥകൾ നിർബന്ധമായും ഉദ്യോഗാർത്ഥികൾ നോക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ രീതി എങ്ങനെയാണ്? നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കി OMR ഷീറ്റിലാണ് പരീക്ഷ നടക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ മാധ്യമങ്ങളിലാണ് ചോദ്യം ഉൾപ്പെട്ടിട്ടുള്ളത്. 100 ചോദ്യങ്ങൾക്ക് 100 മാർക്കാണ് അനുവദിച്ചിട്ടുള്ളത്. 1.25 മണിക്കൂർ അഥവാ 75 മിനിറ്റ് ആണ് പരീക്ഷാ സമയം. പിന്നെ സിലബസിലേക്ക് കിടക്കുകയാണെങ്കിലോ സിലബസിനെ 7 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ നമ്മൾ ആത്യന്തികമായിട്ട് എന്തൊക്കെയാ പഠിക്കേണ്ടത്? ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഏത് PSC പരീക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ളതാണ്. അതാണ് പാർട്ട് 1. പാർട്ട് 2ലേക്ക് കടക്കുമ്പോൾ ഗണിതമാണ്. ക്ലറിക്കൽ അഭിരുചി, മാനസിക ശേഷി, യുക്തിചിന്ത എന്നിവ അളക്കപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്
ഗണിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 3 ഇംഗ്ലീഷിനെ കുറിച്ചാണ്. പാർട്ട് 4 മലയാളം, തമിഴ്, കന്നഡയാണ്. പാർട്ട് 5 വരുമ്പോൾ സയൻസ് ആണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഉൾപ്പെടുന്നു. പിന്നെ അടിസ്ഥാനപരമായ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് 6ാം ഭാഗത്ത് അളക്കുന്നത്. 7ാം ഭാഗത്ത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ് ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാര അനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായ കാര്യങ്ങളാണ് പാർട്ട് 7 ചോദിക്കുന്നത്. ഇങ്ങനെ 7 പാർട്ടുകളിൽ നിന്നായിട്ട് 100 മാർക്കിനാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. 75 മിനിറ്റ് ആണ് പരീക്ഷാ സമയം. ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുകൂടി പെട്ടെന്നൊന്ന് പറയാം. പൊതുവിജ്ഞാനവും ആനുകാലികവും പാർട്ട് 1 ആണ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ. അവിടെ 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 30 മാർക്കിനുള്ള 30 ചോദ്യങ്ങൾ, അതായത് ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ച്. അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക, കായിക, കലാ, വിനോദ, സാഹിത്യ മേഖലകളിലെ, അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലയുമായി സമസ്ത മേഖലകളിലെയും പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, അതായത് ചന്ദ്രയാൻ 1, 2, പിന്നെ പ്രമുഖ ദേശീയ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, അതിന്റെ സാരഥികൾ എന്നിവരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. പിന്നെയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, അവരുടെ സംഭാവനകൾ, വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രമുഖ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മുന്നേറ്റങ്ങൾ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ എന്നിവയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ ഗാന്ധിജിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാലാതിവർത്തിയായ ഗാന്ധിയൻ മൂല്യങ്ങളെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പ്രസക്തിയെ കുറിച്ചും, തൊട്ടുകൂടായ്മ, ജാതി വ്യവസ്ഥ, ഉച്ചനീചത്വങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിനും പൗരസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നീ മൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും കൈക്കൊണ്ട ഗാന്ധിജിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗാന്ധിജി ഒരു നമ്മുടെ 1ാമത്തെ പാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഗാന്ധിജിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ സാമൂഹിക ജീവിതവും സാമൂഹിക പ്രാധാന്യവും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ എക്കണോമിക്സ് ആണ് പിന്നത്തെ ഭാഗം. ഇന്ത്യൻ സാമ്പത്തിക രംഗം, സാമ്പത്തിക പരിഷ്കരണ നടപടികൾ, ദേശീയ വരുമാനം, വളർച്ചാ നിരക്ക്, രൂപയുടെ വരവ് ചെലവ്, ബാങ്ക് ദേശസാൽക്കരണം തുടങ്ങി അന്താരാഷ്ട്ര നാണയനിധിയുടെ ഘടനയും പ്രവർത്തനവും സ്ഥാപിത ലക്ഷ്യങ്ങളും വരെ അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളും കൂട്ടായ്മകളും, അതായത് UNO ഐക്യരാഷ്ട്രസഭ, G4 രാജ്യങ്ങള്, അന്താരാഷ്ട്ര കോടതികള്, സർവരാജ്യ സഖ്യം, കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, ആസിയാൻ കരാറ്, സാർക്ക് ഉച്ചകോടി, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അന്തർദേശീയ നാണ്യനിധി, ആസ്ഥാനം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടനയും പ്രവർത്തനവും. പിന്നെ സാമൂഹിക, സാമ്പത്തിക, വ്യാവസായിക, കാർഷിക, വിവരവിനിമയ, വിവര സാങ്കേതിക മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും, ഇന്ത്യ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അതിന് കാരണമായ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സാമൂഹിക കാരണങ്ങൾ, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം. പിന്നെ കായിക രംഗത്ത് ഇന്ത്യൻ കുതിപ്പ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നേടിയ അർജുന അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെ, പിന്നെ ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കായിക രംഗത്ത്, ഇത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സാഹിത്യകാരന്മാരാണ്. മലയാള സാഹിത്യം തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. ദേശീയ രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാരെന്ന് പറയുമ്പോൾ പ്രാദേശിക രംഗത്തെ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് പ്രാദേശിക തലത്തിൽ ഉള്ള സാഹിത്യകാരന്മാരെയാണ്, അതായത് മലയാള സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അവരുടെ രചനകൾ, അവർ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അവരുടെ അപരനാമങ്ങൾ, തൂലികാനാമങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ എന്നിവ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ അന്തർദേശീയ, ദേശീയ ശാസ്ത്ര പ്രതിഭകൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, നൊബേൽ സമ്മാന ജേതാക്കൾ, നൊബേൽ സമ്മാനത്തിന് അർഹരായ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ, പത്മ പുരസ്കാരങ്ങൾ, പിന്നെ പത്മ പുരസ്കാരങ്ങൾ പോലെ മറ്റു പുരസ്കാരങ്ങൾ നേടിയവരെ കുറിച്ചും അറിഞ്ഞിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെയോ
ജനാധിപത്യ അധികാര വികേന്ദ്രീകരണവും അതിന്റെ ലക്ഷ്യവും പ്രയോജനവും എന്താണ്? ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിന്റെ ഘടന എന്താണ്? മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, അവയുടെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ എന്നിവ അറിഞ്ഞിരിക്കണം. പിന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, അതിനുവേണ്ടി മുൻകൈയെടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിന്റെ പ്രവർത്തകർ, അവരുടെ സംഭാവനകൾ എന്നിവയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെയോ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനാധിപത്യത്തിന്റെ ആമുഖം അല്ലെ, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ ഭൂപ്രദേശം, മൗലിക അവകാശങ്ങളും പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ PSC തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. കാരണം ഏത് PSC പരീക്ഷയാണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു ബേസിക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ട് താനും. അല്ലാത്തവരും പേടിക്കേണ്ടതില്ല കേട്ടോ. അല്ലാത്തവർക്കും എന്താണ്, തീർച്ചയായിട്ടും ഒന്ന് മെനക്കെട്ടാല് നമുക്ക് അതിനുള്ള സമയമുണ്ട്. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമുക്കുണ്ട് എന്ന് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും വലിയ സിലബസ് കണ്ട് ആരും ടെൻഷൻ അടിക്കരുത്. പിന്നെ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയുടെ ഘടന, അധികാരം, ഉത്തരവാദിത്വം എന്നിവയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. സാമൂഹിക നന്മയും സാമൂഹിക ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, പദ്ധതികൾ, അതിനുവേണ്ടിയുള്ള സ്ഥാപനങ്ങൾ എന്നിവയെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ലോക്പാൽ അടക്കമുള്ള ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അടക്കമുള്ള അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ കുറിച്ചും ഈ പറഞ്ഞതുപോലെ അവയുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ GKയിലെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എന്താ? ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം, ഓസോൺ പാളികളുടെ ശോഷണം, അതിന്റെ കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നിവയെ കുറിച്ചൊരു ധാരണയും ഉണ്ടായിരിക്കണം. പിന്നെയോ പിന്നെ പറഞ്ഞിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച്, അത് തടയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയെ കുറിച്ച്, അതായത് വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെ ഇത്തരത്തിൽ കേരളത്തെ മുന്നോട്ട് നയിച്ച, പുരോഗതിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ പ്രവർത്തന ഘട്ടത്തിലെ നാഴികക്കല്ലുകൾ എന്തൊക്കെയാണ് എന്നിവയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ സാമൂഹിക നീതി ദിനം, അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും, വിയന്ന പ്രഖ്യാപനം, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ, ദളിത് മുന്നേറ്റങ്ങൾ, സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങൾ തുടങ്ങി ലേബർ വെൽഫെയർ ബോർഡുകളുടെ ആസ്ഥാനവും അതിന്റെ സാരഥികളും വരെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മളോട് അളക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള UN കൺവെൻഷനായ യുണിസെഫ്, റോഡ് സുരക്ഷാ നിയമങ്ങളും അതിന്റെ നടപടികളും, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, ഇന്ത്യയിലെ വിശേഷിച്ച് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ അല്ലെ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളും ദേശീയോദ്യാനങ്ങളും മറ്റു കാര്യങ്ങളും ഇതിനോട് ചേർത്ത് പഠിക്കണം. അതിൽ തന്നെ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിപ്കോ മൂവ്മെന്റ്, സൈലന്റ് വാലി പ്രസ്ഥാനങ്ങൾ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ക്ലീൻ ഗംഗ പ്രോജക്റ്റ് എന്നിവയെ കുറിച്ച് സമീപകാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ വിഷയങ്ങളെ കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടായേ മതിയാകൂ. പിന്നെ കേരളത്തിലെ വിവിധ തരം വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, പുൽമേടുകൾ, ജൈവ വൈവിധ്യം എന്നിവയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ വനമിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചവരെ കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല എന്നീ മേഖലകൾ കൈവരിച്ച പുരോഗതി, നേട്ടങ്ങൾ, അതിന് ചുക്കാൻ പിടിച്ച പ്രധാന വ്യക്തികൾ എന്നിവരെ കുറിച്ചൊരു ധാരണയുണ്ടാകണം. പ്രാചീന കേരളം, മധ്യകാല കേരളം, അതായത് കേരള ചരിത്രത്തെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. ഇതിലേക്ക് നയിച്ച നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ, അവർ
മുന്നോട്ട് വച്ച പ്രക്ഷോഭങ്ങൾ, അവരുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇവയെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ആധുനിക കേരളത്തെക്കുറിച്ച്, യൂറോപ്യന്മാരുടെ കടന്നുവരവിനെ കുറിച്ച്, ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെ കുറിച്ച്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ കുറിച്ച്, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, മലബാർ ലഹള, വാഗൺ ട്രാജഡി, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രജാമണ്ഡലം, ഇതിന്റെയൊക്കെ സമര നായകർ, പിന്നെ തിരുവിതാംകൂർ കൊച്ചി സംയോജനം, ഐക്യ കേരളം, കേരള പിറവി, ആദ്യ ജനകീയ മന്ത്രിസഭ എന്നിവയെ കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കണം. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നതിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ സിലബസ് പറയുന്നു. അപ്പോൾ പാർട്ട് 1-ൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ എന്നോർത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ഈ മേഖലകളിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രാഗൽഭ്യമതികളായ അധ്യാപകരാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഒരു കാരണവശാലും ഈ ഭാഗത്തു നിന്ന് ഒരു മാർക്ക് പോലും വിട്ടുപോകാതിരിക്കാൻ എവിടെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്, അത് പഠിക്കാനുള്ള എളുപ്പവഴി എന്താണ്, ട്രിക്കുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ എത്തുന്നതായിരിക്കും. പാർട്ട് 2-ലേക്ക് കടക്കുമ്പോൾ ഗണിതമാണ്. 10 മാർക്കിനുള്ള കണക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അംശവും അനുപാതവും, രണ്ടളവുകളുടെ അംശബന്ധം, പിന്നെ ശ്രേണികൾ, ഗണിത ശ്രേണികൾ, ശതമാനം, പലിശ, ശരാശരി, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും പിന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിയകൾ പഠിക്കണമത്രേ. പിന്നെ ലാഭവും നഷ്ടവും, പിന്നെ എന്താണ് ജ്യാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, ഏരിയ ഓഫ് സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ എന്നിവ അറിയണം. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ ദിശാബോധം, സെൻസ് ഓഫ് ഡയറക്ഷൻ, പിന്നെ കലണ്ടറും തീയതിയും, പിന്നെ എന്താണ് സീരീസ്, നമ്പർ സീരീസും ലെറ്റർ സീരീസും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതുപോലെ സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി എന്നിവയാണ് കണക്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. കണക്കിന് നമ്മുടെ പരീക്ഷയ്ക്ക് 10 മാർക്കാണ്. 10 ചോദ്യത്തിന് 10 മാർക്ക്. അപ്പൊ സിലബസ് ഡീറ്റെയിൽഡ് ആണ്. എന്തൊക്കെ കാരണങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനും എത്ര മാർക്കാണ്? 10 മാർക്കാണ്. പാർട്ട് 3 ഇംഗ്ലീഷ് ആണ്. ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിഹെൻഷൻ, സിമ്പിൾ പാസേജസ് ഫോളോഡ് ബൈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെ, മൾട്ടിപ്പിൾ ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വിത്ത് 4 ആൻസർ ഓപ്ഷൻ അവിടെ ഉണ്ടാകും. പിന്നെ വൊക്കാബുലറി, ആന്റോണിം, സിനോണിം, ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് അല്ലെ, കൺഫ്യൂസിംഗ് വേർഡ്സ് നിർബന്ധമാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, മലയാളത്തിൽ ഒറ്റപ്പദങ്ങൾ എന്ന് പറയും. പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ്, അക്ഷരത്തെറ്റ് കൂടാതെ അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഒരു വാക്കിന്റെ കൃത്യമായ സ്പെല്ലിംഗ് നമ്മളോട് പഠിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത്രയും വൊക്കാബുലറി പാർട്ട് ആണെങ്കിൽ ഇംഗ്ലീഷിലെ ഗ്രാമർ പാർട്ടും കൂടി ഉൾപ്പെടുന്നതാണ് ഈ 10 ചോദ്യങ്ങൾ. ടെൻസ്, അതുപോലെ കൺകേർഡ്, സബ്ജക്ട്, വെർബ് എഗ്രിമെന്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, പ്രപ്പോസിഷൻ, പാസിവിസേഷൻ, റിപ്പോർട്ടിംഗ്, ആർട്ടിക്കിള്, ക്വസ്റ്റ്യൻ ടാഗ്, മോഡൽ ഓക്സിലറീസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എറർ ഐഡന്റിഫിക്കേഷൻ, സ്പെല്ലിംഗ്, അഡ്ജക്റ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, കോമൺലി യൂസ്ഡ് ഫ്രൈസൽ വെർബ് ആൻഡ് ഇഡിയംസ്, ഇത്രയും കാര്യങ്ങൾ ഗ്രാമറിൽ ഉൾപ്പെടുത്തി ഇംഗ്ലീഷിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ട് 4-ലേക്ക് വരുമ്പോഴോ മലയാളമാണ്. മലയാളത്തിൽ വാക്യത്തിന്റെ അന്വയം, അതായത് ഒരു വാക്യത്തിൽ എങ്ങനെയാണ് തെറ്റ് സംഭവിക്കുന്നത്, തെറ്റ് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നറിഞ്ഞിരിക്കണം. പിന്നെ ലിംഗം, കാരകം, വചനം എന്നിവയും വ്യാകരണ വിഭാഗത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ കാലം, പ്രകാരം, അനുപ്രയോഗം എന്നിവ പഠിക്കണം. വിശേഷണങ്ങൾ പഠിക്കണം. പദനിഷ്പാദനം അല്ലെ, ഒരു വാക്കിന്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട, നിഷ്പാദനവുമായി ബന്ധപ്പെട്ട അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഉപയോഗിക്കുന്നത് പോലെ മലയാളത്തിലും ഈ പറയുന്നത് പോലെ ശൈലികൾ ധാരാളമായി പ്രയോഗിക്കുന്നുണ്ട്. അവയുടെ അർത്ഥം അറിഞ്ഞിരിക്കണം. അവ ഉചിത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുള്ള അറിവും നമുക്കുണ്ടായിരിക്കണം അത്രേ. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഗദ്യ പദ്യ അവധാരണമാണ്. എന്താണ്? ഒരു ഗദ്യശകലമോ ഒരു പദ്യശകലമോ തന്നിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചുവടെ ചേർത്തിട്ടുണ്ടാകും. അപ്പൊ ആ മുകളിൽ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ, അത്
പദ്യശകലവും ഉണ്ടാകും, ഗദ്യശകലവും ഉണ്ടാകും. പിന്നെയോ തന്നിട്ടുള്ള ഒരു സെന്റൻസ് ഇംഗ്ലീഷിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, മലയാളത്തിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും വിവർത്തനം എന്ന ഭാഗം ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ 3 ഭാഗങ്ങളിൽ നിന്നായിട്ട് മലയാളത്തിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 5ാമത്തെ പാർട്ടിലേക്ക് കടക്കുമ്പോൾ സയൻസ് ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, അതുപോലെ ബയോളജി, ഇത് 3 ഉണ്ട്. ഊർജതന്ത്രത്തിന് 5 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ രസതന്ത്രം അഥവാ കെമിസ്ട്രിക്ക് 5 മാർക്കാണ്. 5 ചോദ്യങ്ങൾക്ക് 5 മാർക്ക്. ഹൈസ്കൂൾ ലെവൽ അല്ലെങ്കിൽ ഹൈസ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഭാഗങ്ങളാണ് മുൻപ് നടന്നിട്ടുള്ള പരീക്ഷകളിൽ കാണാനാവുക. അതുപോലെ തന്നെ ബയോളജിയും ബയോളജി അഥവാ ജീവശാസ്ത്രവും ഈ പറഞ്ഞതുപോലെ സ്കൂൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട 5 മേഖലകളിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിക്കുക. ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും, മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ, പോഷകാഹാരം, വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ഇങ്ങനെ 5 ഭാഗത്ത് നിന്നായിട്ട് 5 ചോദ്യങ്ങൾ. അങ്ങനെ മൊത്തം സയൻസിന് എത്ര മാർക്ക്? 15 മാർക്കാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ച് സാമാന്യ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. 10 മാർക്കാണ് കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിക്കുക. കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റുകളും സവിശേഷതകളും, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഇമെയില്, പിന്നെ സൈബർ നിയമങ്ങൾ, സൈബർ കുറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 6ാമത്തെ ഭാഗം കമ്പ്യൂട്ടർ പരിജ്ഞാനം. പിന്നെയോ 7ാമതൊരു ഭാഗം കൂടിയുണ്ട്, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് വിളിക്കുന്ന ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാര അനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ. ഇത്രയും അല്ലെ, ഈ വിഭാഗത്തിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിന് 15 മാർക്കും ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച, ദേവസ്വങ്ങളുടെ ആവിർഭാവം, പ്രധാന ക്ഷേത്രങ്ങൾ, അവയുടെ പ്രാധാന്യവും പ്രത്യേകതകളും, നിലവിലെ ദേവസ്വം ബോർഡുകളുടെ ഘടനയും രൂപീകരണ പ്രക്രിയയും, ശ്രേണീ ക്രമീകരണവും വരുമാനത്തിന്റെയും നിത്യ പൂജാനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ക്ഷേത്ര വർഗീകരണം, പ്രധാന ക്ഷേത്രോത്സവങ്ങൾ, ആചാരപരവും ഭക്തിപരവുമായ ആചാര അനുഷ്ഠാനങ്ങൾ, അവയുടെ പ്രാധാന്യവും പ്രസക്തിയും, ഹൈന്ദവ പുണ്യമാസങ്ങൾ, പുണ്യദിനങ്ങൾ, അവയുടെ ആധ്യാത്മിക പ്രാധാന്യം, കേരളത്തിലെ ക്ഷേത്ര കലകൾ, അനുഷ്ഠാന കലകൾ, വാസ്തുശൈലി, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര സംഗീതം, വിഖ്യാത ക്ഷേത്രവാദ്യ കലാകാരന്മാർ, വാസ്തുവിദ്യ ഗുരുകുലം, വാദ്യ വിദ്യാലയങ്ങൾ, ക്ഷേത്രകലാ പീഠങ്ങൾ, ഹൈന്ദവ പുണ്യ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, പിന്നെ ഭക്തിപ്രസ്ഥാനം, ഭക്തിപ്രസ്ഥാനത്തിലെ നായകർ, വിഖ്യാത മതാചാര്യന്മാർ, ആത്മീയാചാര്യന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, തത്വചിന്തകർ, അവരുടെ സംഭാവനകൾ, ആത്മീയ സദ്വചനങ്ങൾ, അവയുടെ ഉദ്ഘോഷകർ, ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1950, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആവിർഭാവം, അതിന്റെ കടമ, ഉത്തരവാദിത്വം, ഭരണശ്രേണി ക്രമീകരണം, അതിന്റെ സാരഥികൾ, ഇത്രയും ഉൾപ്പെടുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്. ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഓരോന്നായിട്ട് എണ്ണി കേട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്ന മേഖലകളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി അറിഞ്ഞിരുന്നാൽ പരിമിതമായ ദിവസത്തിനുള്ളിൽ കൃത്യം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് റാങ്ക് പട്ടികയിൽ ഉയർന്ന സ്ഥാനം നേടാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോ സ്പെഷ്യൽ ടോപ്പിക്കിന് മുൻകൈ എടുക്കുന്നത് ഞാനായിരിക്കും. അപ്പൊ എന്റെ നേതൃത്വത്തിലുള്ള ബാച്ച്, സ്പെഷ്യൽ ബാച്ച് നമ്മുടെ എൻട്രി ആപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് സുപരിചിതരായ സുജേഷ് സാറും പ്രദീപ് സാറും അതുപോലെ ബിബിൻ സാറും രഞ്ജിത്ത് ആർ കെ തഴവ സാറും സീന ടീച്ചറും അടക്കമുള്ള ഒരു വലിയ പ്രഗത്ഭമതികളായ അധ്യാപകരുടെ നിരകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സജ്ജരാണ്. അതുപോലെ തന്നെ കൃത്യമായ ടെസ്റ്റുകൾ, ക്ലാസ് നോട്ടുകൾ, വാരാന്ത്യത്തിലുള്ള പ്രത്യേക പരീക്ഷകൾ, ഇതൊക്കെ നിങ്ങളെ ഉന്നത റാങ്കിൽ എത്തിക്കാൻ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി, ഏത് ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലായി, പരീക്ഷയുടെ സിലബസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. സ്റ്റഡി പ്ലാനിനെ കുറിച്ചും മറ്റും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ വക കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, ഇപ്പൊ തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക, എൻട്രിയിൽ ജോയിൻ ചെയ്യുക. റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് ആദ്യം തന്നെ വരാനായിട്ട് വേണ്ടതെല്ലാം ഇവിടെ സജ്ജമാണ്. ഒട്ടും വൈകണ്ട, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യൂ, ജോയിൻ, എൻട്രി.